ഇതിൽ ഇതിട്ട പോസ്റ്റ് ഞാൻ കണ്ടു വായിച്ചു. മാഷാല്ലാ. പിന്നെ ഈ വിഷയത്തിൽ ഞാനും ഫൈസൽ മുസ്ലിയാരും പിന്നെ ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്ന ഈ മന്ത്രവാദം പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഓക്കെ മറവില്ലേ, ഓലെ എല്ലാവരും കൂടി കൂട്ടിയിട്ട് ഒരു പിന്നെ മീറ്റിംഗ് വിളിക്കണം. അങ്ങനെ വിളിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ പൈസ മൊത്തത്തിൽ തിരിച്ചേൽപ്പിക്കേണ്ടത്. കാരണം ഈ അടിച്ചടക്കലും ജിന്നോട് സംസാരിക്കലും സീർ കണ്ടെത്താൻ ഉപയോഗിക്കലൊക്കെ നമ്മൾ ഒന്നിച്ച് പറഞ്ഞതാണല്ലോ. അപ്പം ഈ പറഞ്ഞ സാഹചര്യം മാത്രമായിട്ട് ഇപ്പോൾ അതിൽ തിരിച്ചു കൊടുക്കാതെ ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് എന്ന് കൊടുക്കാൻ ഒരു കുറ്റബോധം ഞാൻ ഒറ്റ കൊടുക്കാറ് പോയാൽ പറ്റില്ല. നിങ്ങളങ്ങനെ പറയരുത്, നമ്മളെല്ലാവരും കൂടി പറഞ്ഞ പരിപാടിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടി നമുക്ക് കൂടി തീരുമാനിക്കാൻ വാദങ്ങളൊക്കെ മാറ്റി പറഞ്ഞു. അങ്ങനെയൊക്കെ ആകെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മാറ്റവും എല്ലാം കൂടി ആയിട്ട് ആകെ വയറ്റുന്ന കുടിച്ച് നടക്കാനോ വെച്ചാൽ മറ്റേത് പോയിട്ട് വയറ്റുന്നോക്കുണ്ടായത് സീറാന്ന് പറഞ്ഞിട്ട് കുക്കിയൊക്കെ വരാനുണ്ട്. ഇപ്പോൾ ഞാനിട്ടില്ലേനും അങ്ങനെ എല്ലാം കൂടി എല്ലാവരും ചെയ്താലും ഇടകികളും വന്നിട്ട് എന്താ കാട്ടുകയാവോ. എങ്ങനെയാണ് ജാമ്യത്തിലൊരു റുക്കിയ സെൻ്റർ തുടങ്ങേണ്ടി വരും. കാരണം 12 കൊല്ലമായിട്ട് വിസിറ്റർമാർക്ക് റുക്കിയ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും വേറെ കുറച്ച് റാക്കിമാരുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ ബോധ്യപ്പെട്ട് തിരുത്തി. ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിലുള്ള റാക്കിമാർ ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമെന്നാവും. ഹാരിസും സലീമും അതേമാതിരി തന്നെ നിങ്ങളെ കുറേ മനുഷ്യന്മാരുണ്ടല്ലോ അവിടെ ഉള്ളത്, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പോലത്തൊക്കെ പോയിട്ടും കാര്യം ഉണ്ടാവില്ല സത്യത്തിൽ. ഏതായാലും ഇൻഷാല്ലാ പിന്നെ ഈ പൈസ തിരിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ ബിസിനസ്സുകാർ ഞങ്ങൾ ജാമ്യത്തിൻ്റെ പുറത്ത് തുടങ്ങി മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ എന്നെ അറിയിക്കാൻ കേട്ടോ. ഇൻഷാല്ലാ എങ്ങനെയാണ് കൊടുക്കുന്നത്. കാരണം 5000 ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ 2500 കൊടുക്കണോ, 2500 കൊടുക്കണോ, അതല്ല എല്ലാവരും കൂടി ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് പൈസ വരുള്ളൂ, എനിക്കൊരു കുറച്ച് പൈസ വരുള്ളൂ. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് പോലെ തീരുമാനിക്കട്ടെ. ഏതായാലും ഇൻഷാല്ലാ എന്നിട്ട് ഞാൻ അറിയിക്കാം ഇൻഷാല്ലാ കേട്ടോ. ഇടക്കൊന്ന് വിളിച്ചു നോക്കേണ്ടി തീരുമാനം ആയോന്ന് ചോദിച്ചാണ്ട് മടിക്കല്ലേ. നിങ്ങൾക്ക് തീരുമാനമായിട്ട് വേണം പുതിയ സെൻറ്റർ സ്ഥാപിക്കാൻ. എൻ്റെ പൂട്ടിയല്ലോ, ഞങ്ങൾക്കൊക്കെ ഉറപ്പില്ല ചങ്ങന്മാരെ. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ 100 കൊല്ലത്തെ ചരിത്ര പാരമ്പര്യത്തിൽ ഈ 2012 മുമ്പ് എവിടെയെങ്കിലും ഉണ്ട് ശരീരത്തിൽ ജിന്ന് കയറി ഈ ഇളകുന്ന ജിന്നാണ് അല്ലെങ്കിൽ ഇത് ചെയ്താനാണ് എന്നിട്ട് എനിക്ക് ഊരവേദന ഉണ്ട്, സീറ ഇതാണ്, അമ്മായി മൂത്തമ്മ ചെയ്താണെന്ന് പറഞ്ഞിട്ട് ഈ കോലത്തിൽ മൂല്യമാർക്ക് തെണ്ടി വന്ന കാലഘട്ടത്തിൽ കേമൂല്യമുള്ള അടങ്ങുന്ന ആൾക്കാർ ഈ സമുദായത്തെ ഉദ്ദേശിച്ച് കൊണ്ടുവന്നതാണ്. വീണ്ടും നിങ്ങൾ ഈ നൂലുമക്കും ചാട്ടുമക്കും പിഞ്ഞാത്തുമക്കും ഖുറാനത് വള്ളത്തുമക്കും അടിച്ചടക്കലും അതേപോലെ എന്തെല്ലാം പൈശാചികത വരെ നിങ്ങൾ പഠിപ്പിച്ചത്. ഹയ്യും ആദർ കാതറായ ജിന്ന് തടിമല ആദറായാൽ ഓനോട് മതിലുമായ ഒരു രോഗിനെ രക്ഷിക്കാനുള്ള നീയത്തിൽ തൗഹീദിൽ നിന്നുകൊണ്ട് ചോദിച്ചാൽ അത് വരെ ഷിർക്കാവില്ല എന്ന് പറഞ്ഞ ആൾക്കാർ നിങ്ങൾ. എന്നിട്ട് അതിന് അഖില തൗഹീദിലെ ആൾക്കാർ അഖിലീമാൻ്റെ ആൾക്കാർ പരലോകത്തിൽ രക്ഷപ്പെടും എന്ന് കുർത്തു വന്ന് പച്ച നോക്കി പറഞ്ഞ് ഖുറാൻ്റെ ആയത്ത് റിയാക്കാൻ ചെയ്ത് നടക്കുന്ന ഗതികൾ നിങ്ങൾക്ക് വന്നില്ല. നിങ്ങൾക്കൊരു അവസ്ഥ ഞാൻ അയച്ചുള്ളത്. ഇത് മാത്രമല്ല ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ ഈ സത്യം വിളിച്ച് പറഞ്ഞ് ഇത് ഞാൻ നിർത്തി. എന്താ പോലെ കുഴപ്പമുള്ളത് പൊന്നാര ബീവിയെ, ജിന്നുകളോട് സഹായം തേടേണ്ട ഷിർക്കാണെന്നും റുക്കിയയുടെ മറവിൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ള പൈശാചികതയും അടങ്ങുന്ന പല വിധത്തിൽ ഷിർക്കും ഹറാമുകൾ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ എന്തിനാണ് എൻ്റെ പേരൊക്കെ പോസ്റ്റ് അടിക്കേണ്ട ആവശ്യം? നിങ്ങൾക്കൊക്കെ ഉളുപ്പുണ്ട? ഇത്ര ഭയപ്പാടുണ്ട്. ഞാനൊരു വ്യക്തി ഈ വിഷയം പൂട്ടിയാണ്ട് പുറത്തേക്ക് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ 4 ഭാഗം ശരിക്ക് കാരണം പായാണ് കൂറ 10,000 കൂറമരുന്ന് അടിച്ച മാതിരി സകല കൂറാൾ ഏത് ബൈക്കാ ഇറങ്ങേണ്ടി എങ്ങനെ ഇറങ്ങേണ്ടി നടക്കുക പല കോലത്തിലും അറ്റാക്ക് ചെയ്ത് നോക്കുകയാണ്. ഒരു മനുഷ്യൻ അറ്റാക്ക് ചെയ്തൊരു കാര്യമില്ല. നിങ്ങൾ അതിശക്തമായ സാഹചര്യങ്ങൾ രംഗത്ത് വരും ഇൻഷാ അല്ലാഹ്. നിങ്ങളെ ഈ മന്ത്രവാദ പരിപാടികളും ഈ ജിന്നിനുള്ള സഹായത്തായിട്ടെന്ന് പറഞ്ഞാൽ ഈ അയ്യ മാത്രം കാതറായ ആയുവായ സൃഷ്ടിനെ പറ്റി അനാവശ്യമായ ചർച്ച വലിച്ചിട്ട് ഈ സമുദായത്തിലെ തൗഹീദിൽ വളർന്ന ഒരു സമുദായത്തിൽ നിർഭയത്തെ നഷ്ടപ്പെടുത്തി അവസാനം എവിടെ എത്തിപ്പോലും എവിടെല്ലാം എത്തി. ഇസ്ലാമാർ ശരിക്കും എന്താ പോലെ കൂടി പറഞ്ഞ ശ്രീകൃഷ്ണനും പഠിച്ചവനും ആദരാ ജിന്നും ഒന്നാമതുള്ള കോലത്തിലായിപ്പോൾ എന്താ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവസ്ഥ. അള്ളാഹു കാക്കട്ടെ.